യാത്രകൾക്കിടയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സന്ദർഭത്തിൽ അവിടെ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവിടെ കുറച്ച് പ്രായമായിട്ടുള്ള അവിടുത്തെ ഒരു ജോലിക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ട ഒരാളാണല്ലോ, എവിടെ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കണ്ടൊരു ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ വല്ല പ്രഭാഷണത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആ ഓർമ്മ വെച്ച് പറയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രസംഗം കേൾക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് മൗനമായി നിന്നിട്ട് എന്നോട് പറഞ്ഞു, ആളുകളൊന്നും ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സ്വകാര്യ സ്ഥലത്തേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അത് പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആ മുഖത്ത് അങ്ങേയറ്റത്തെ വേദനയും ദുഃഖവും എനിക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം എന്നോട് പറയണത്, ഞാൻ ഉംറ വേഷത്തിലാണ്, അപ്പോൾ നിങ്ങൾ ഉംറക്ക് പോവുകയാണല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് പ്രതിസന്ധി? അദ്ദേഹത്തിൻ്റെ ഇഖാമ പുതുക്കിയിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഓണർ പുതുക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ പുതുക്കി തരും. അവർ ഇത്ര കാലം എനിക്ക് ശമ്പളം തന്ന ആളാണ്, പുതുക്കി തരും. പക്ഷെ എന്നാൽ പോലും എനിക്കത് പുതുക്കി കിട്ടി, എൻ്റെ ജോലിക്ക് എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ 10 ലക്ഷം ലോൺ എടുത്ത് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു, അതേപോലെ തന്നെ ഒരു വീടുണ്ടാക്കി. ആ 10 ലക്ഷത്തിലേക്ക് കാര്യമായി ഒന്നും അടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പം എനിക്ക് ശമ്പളമില്ല. അതാലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം അനുഭവപ്പെടും. നിങ്ങളൊന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ സത്യത്തിൽ എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടതെന്നല്ല, കാരണം പറയാറുള്ള ഫസ്റ്റ് ഞാൻ പറയേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ആ ലോൺ എടുത്ത് ശരിയായില്ല എന്നാണ് നമ്മൾക്ക് ശരിക്കും പറയാനുള്ളത്. പക്ഷെ അത് കേട്ട് നിൽക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടാവില്ലെന്നറിയാം ആദ്യമായിട്ട് അത് പറയുമ്പോൾ. ഞാൻ പറഞ്ഞത് പരിഹാരത്തിനേക്കാളും വലുത് പ്രശ്നം ഉണ്ടാക്കരുതേ എന്നാണ്. അത് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നമ്മളിപ്പോൾ അയാളെ ലോണ് പരിഹരിച്ച് കൊടുക്കണമെങ്കിൽ നല്ല അയാൾ ലോൺ എടുക്കാക്കുക എന്നുള്ളതാണ്. എന്ത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരിഹാരം തേടുന്നതിനേക്കാളും നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വഴികളിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളെ ദീന് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുരക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളൊരു ലോണിൻ്റെ ഫോമിൽ നിങ്ങൾ ഒപ്പിടാൻ ഇങ്ങനെ പേനെടുക്കുമ്പോൾ ആ സാക്ഷ്യപത്രത്തിൽ ഒപ്പിടുമ്പോൾ, പടച്ചോനെ ഇതിപ്പോൾ മഹാപാപങ്ങളിൽപ്പെട്ട നരകത്തിൽപ്പെട്ടൊരു കാര്യമാണല്ലോ, ഞാനിപ്പോൾ ഈ ഒപ്പിടാൻ പോണത് എന്ന് മനസ്സിക്ക് വരും. അവിടെ നിന്നാൽ രക്ഷപ്പെട്ടു. അവിടെ നിന്നില്ലെങ്കിലോ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്കൊക്കെ അയാൾ തന്നെയാണ് സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം. ഞാൻ പലിശയെക്കുറിച്ച് പറയാനല്ല, ഇസ്ലാമിൻ്റെ എന്ത് കാര്യത്തിലും നമുക്ക് ഈ ഒരു സുരക്ഷയുണ്ട്. അതെവിടെ പഴച്ച സുഹൃത്തുക്കളെ, അത് പരിഹരിച്ച് മുന്നോട്ട് പോകാതിരുന്നാൽ നമ്മൾ പ്രതിസന്ധിയിലേക്കും പ്രയാസങ്ങളിലേക്കും പോകും. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ സൂക്ഷ്മത കുറവാണ്. അതിവിടെ പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ പറഞ്ഞ അത് നമുക്ക് നേരാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികൾ പ്രവചിക്കാനാവാത്തതാണ്. ഈ ഹാളിൽ ഒരുമിച്ച് കൂടി എല്ലാവരും പറയുന്നത്, കുടുംബത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. ഒരു സ്ത്രീ അയച്ചൊരു മെസ്സേജ്, ഇവിടെ നിന്ന് ഇടയ്ക്ക് വൈഫൈ വരുമ്പോൾ ഞാൻ നോക്കണം മെസ്സേജുകൾ. അപ്പോൾ ആ മെസ്സേജിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഭർത്താവ്, അധ്യാപകനായ ഭർത്താവ് ഒരു പോക്സോ കേസിൽ എന്ത് ചെയ്യാണ്, ഒരിക്കൽ അയാളെ വാൺ ചെയ്ത് വിട്ടു. ഒരു കുട്ടി രക്ഷിച്ചു. അയാൾ അധ്യാപകനാണ്, അയാൾ പ്രബോധകനാണ്, പ്രസംഗകനാണെന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം രണ്ടാമത്തൊരു കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. അത് കേസാകാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മളിതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി സ്വകാര്യമായി മുന്നോട്ട് പോകും എന്നു ധരിച്ച് കണ്ണടയുവോളം ഈ ഉള്ളിലെ തോന്നിയാസങ്ങൾ കൊണ്ടടക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം എല്ലാം തകർന്നു പോകുന്നത് ഈ സൂക്ഷ്മത കുറവ് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇത്ര ശക്തമായി ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അതിനു മാത്രം ഫോൺ കോളുകളും അതിനു മാത്രം കേസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. 24 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും പറയത് കേൾക്കാൻ സമയമില്ല, പറയാൻ സമയമില്ല എന്നൊന്നും പറയരുത്, നിങ്ങൾ കേൾക്കണം. ഇപ്പം എന്താണെന്ന് ചോദിച്ചു, 5 കൊല്ലമായിട്ട് എൻ്റെ വാപ്പ ഒരു പെണ്ണിന് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
വാപ്പാന്ന് പറഞ്ഞാൽ അപ്പം എത്ര വയസ്സുണ്ട് മോനെ? 58 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തെളിവുണ്ടായിട്ടേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ കാര്യം ഒരിക്കലും തെളിവില്ലാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയും, എൻ്റെ അനുജനറിയും, എൻ്റെ പെങ്ങൾക്കും അറിയും. ഞങ്ങൾ മൂന്നാളും തമ്മിൽ പറഞ്ഞിട്ടറിഞ്ഞല്ല, മൂന്നാളും സ്വന്തം മനസ്സിലാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു തെളിവ് എന്നാൽ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു തെളിവ് നീ പറഞ്ഞതാ. അപ്പം അവൻ എന്നോടെന്നാ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലൊരു മെസ്സേജ് കണ്ടു, ആ മെസ്സേജില്ല എന്താ വെച്ചാൽ മോൾ ഇവിടെയുണ്ട്, വിളിക്കരുത് എന്നാണ്. മോൾ ഇവിടെ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ്റാത്ത ഫോണ് വാപ്പാക്ക് എന്താ? അപ്പം ഇതൊക്കെ ഒരു തെളിവാണ്, ഒരു നല്ല തെളിവ് ഇല്ലാതെ എങ്ങനെ നമ്മൾ ഇപ്പോഴും സംസാരിക്കും? അപ്പോൾ അവസാനം പറഞ്ഞു, വാപ്പൻ്റെ എല്ലാ തോന്നിയാസവും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. ഞാൻ ബിടെക് കഴിഞ്ഞൊരു എഞ്ചിനീയറാണ്, അതിൻ്റെ എല്ലാ സെറ്റപ്പും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ സ്വന്തം വാപ്പൻ്റെ സ്വകാര്യത അങ്ങനെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് അവൻ ചോദിക്കുന്ന ചോദ്യം. സുഹൃത്തുക്കളെ, ഞാനിത് പറയുന്നത് ചെറിയ ഒരു അളവിൽ അവിഹിതങ്ങളില്ലാത്തവർ വളരെ കുറവാണെന്ന്. അപ്പം അങ്ങനെ പൊതുവൽക്കരിച്ച് പറയണമെന്നാണ്. കാരണം സ്വർഗം തരാന്ന് ഉറപ്പറഞ്ഞ കാര്യമാണ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടാവുകൊണ്ടല്ലേ അത്. മൈ യലുമനുലി മാബൈന ലിഹിയേഹി വമാബൈന ഫഖദൈഹി അലുമനു ലഹുൽ ജന്നാത്ത്. എനിക്ക് ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കാന്ന് ഉറപ്പ് വന്നാൽ സ്വർഗം തരാമെന്ന് ജാമ്യം നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിലും ഈ ഫോണ് കയ്യിൽ പിടിച്ചു നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പ്രവാസികളോടാണ് പറയുന്നത് എന്നത് ബോധപൂർവമാണ് ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ താമസിക്കുന്നവരെക്കാളും ഒരുപക്ഷെ ഇത്തരം അശ്ലീലങ്ങൾ കൂടുതലുണ്ടാകും എന്ന് പറയുന്നതിലപ്പുറം അതിനൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ നല്ലോണം സൂക്ഷിക്കും ശ്രദ്ധിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പോകും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇത്തരം ഒരു കാര്യത്തിൽ അശ്രദ്ധനാണ് എന്ന് നിങ്ങളുടെ ഭാര്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നോടെ നിങ്ങളുടെ ദാമ്പത്യം അവസാനിച്ചു. അന്നത്തോടുകൂടെ നിങ്ങളുടെ ദാമ്പത്യം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹമോചനം നടക്കാതെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയാത്ത നിങ്ങളെ മനസ്സുകൊണ്ട് അവൾ കൈയൊഴിക്കും. ഒരു സംശയവും വേണം, അത് കണ്ടുപിടിക്കും. എത്രമാത്രം നിങ്ങൾ അശ്രദ്ധമായി എവിടെയെങ്കിലും സാധാരണ കാണുന്നൊരു വാട്സപ്പിലോ ഒരു അവിഹിതങ്ങളില്ലാതെ ഫേസ്ബുക്കിലോ നിങ്ങൾ അല്പം അശ്ലീലമായൊരു ചിത്രത്തെ ഒരു മിനിറ്റ് സമയം അല്പം സൂക്ഷ്മമായി നോക്കി നിൽക്കുന്നത് പോലും നിങ്ങളുടെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അത് കാണുമ്പോൾ, അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ ബന്ധങ്ങൾ എന്ത് ചെയ്യും തരങ്ങൾ അവിടെ അവസാനിച്ചു പോകും. സുഹൃത്തുക്കളെ, അത് നമ്മൾ നല്ല ശക്തമായ തീരുമാനമെടുത്ത് തന്നെ അവസാനിപ്പിക്കണം. ഈ SSLCയുടെ പഴയ ബാച്ചിൻ്റെ സംഗമത്തിന് പോയതാണ് ആ സഹോദരി. അപ്പോൾ അവിടെ പോയപ്പോൾ അന്ന് 10ാം ക്ലാസ് പഠിച്ചിരുന്ന ഒരാളെ പരിചയപ്പെട്ട്, അവർ നല്ല ദീനിയായി ജീവിക്കുന്ന നല്ലൊരു സ്ത്രീയാണ്. ആ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെന്നെ എന്നോട് വിളിച്ചിട്ട് പറയാണ്, അയാളെ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അയാളെ ചാറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊരു മാസമൊക്കെ നിർത്തി വെക്കും, പിന്നെ വീണ്ടും 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 ഞാനിങ്ങനെ ചെയ്യും. എനിക്കിപ്പോൾ എന്താ വെച്ചാൽ അത് ചെയ്യുമ്പോഴേക്കും എനിക്ക് അത് കഴിഞ്ഞാൽ ആകെ വിഷമാണ്. ഞാൻ നരകത്തിൽ പോലെ പടച്ചോനെ ഞാൻ ചെയ്യണ എന്തൊരു വലിയ തെറ്റാണ്. പക്ഷെ അതൊക്കെ ഞാൻ ചിന്തിക്കും, എനിക്ക് കരച്ചിൽ വരും, ഞാൻ തൗബ ചെയ്യും, പിന്നെ ഞാൻ അതിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, എവിടെയെങ്കിലും നമ്മൾ പാളി പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കുക. എന്താ പരിഹാരം? ഒന്നാമത്തെ പരിഹാരം താരങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളും. ഒന്ന്, ഇവിടുന്ന് പിടിക്കപ്പെടും. ഇവിടുന്ന് നിങ്ങൾ പിടിക്കപ്പെടാതെ നമ്മൾ ഇനി കണ്ണ് ചിമ്പി പോയാലും നമ്മൾ ആലോചിക്കണം, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ സ്വർഗവും നരകവും ഒക്കെ സത്യം തന്നെയാണ്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ സ്വർഗം കിട്ടുന്നവൻ്റെ വിശേഷണങ്ങൾ അല്ലദീന യരിസൂനൽ ഫിർദൗസ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹ് പറഞ്ഞ കാര്യം ഒന്ന് നിസ്കാരാണ്, ഒന്ന് അമാനത്താണ്, ഒന്ന് അനാവശ്യങ്ങളിൽ വിട്ടു നിൽക്കലാണ്, ഒന്ന് ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കലാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നതാണ്. ആ പ്രയോഗം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അന്യ പെണ്ണിനോട് അല്ലെങ്കിൽ അന്യ ആണിനോട് സംസാരിക്കാനും ഇത്തരം ലൈംഗികമായ ആശയവിനിമയങ്ങൾ നടത്താനും എല്ലാം നമ്മൾ മനുഷ്യരാണോ, നമുക്കെല്ലാവർക്കും ആ ഒരു വാഞ്ചയുണ്ട്. അതിന് നമ്മൾ ആരും മുക്തരല്ല. പക്ഷെ സുഹൃത്തുക്കളെ, എന്തൊക്കെ നമുക്ക് ആ രംഗത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, എന്തൊക്കെ തോന്നിയാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഭാര്യയിൽ പരിമിതപ്പെടുത്തണം, അല്ലെങ്കിൽ ഭർത്താവിൽ പരിമിതപ്പെടുത്തണം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. ഒരു പരിഹാരത്തിലേക്ക് ഞാൻ പറയണത്, എല്ലാവർക്കും ആർക്കെങ്കിലും അങ്ങനെ ദുസ്വഭാവമാണെങ്കിൽ നിർത്താനുള്ള മാർഗ്ഗമാണ് ഞാനീ പറഞ്ഞത്.
ഇപ്പം എവിടെയെങ്കിലും നിങ്ങൾ വല്ല പാർക്കിലോ അല്ലെങ്കിൽ വല്ല ടൂറിലോ അല്ലെങ്കിൽ വല്ല ക്യാമ്പസിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് ഒരാണും ഒരു പെണ്ണും തികച്ചും ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള ശാരീരികവും അതേപോലെ തന്നെ സംസാരമൊക്കെ ആയിട്ടുള്ള ഇടപഴകലും കൊഞ്ചുകൊയലൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു അമിതമായ സ്നേഹപ്രകടനം പരസ്യമായി കാണുമ്പോൾ നമ്മളെന്താ പറയുക, അവർ ഭാര്യ ഭർത്താവാകാൻ സാധ്യതയില്ല എന്നാണ് പറയുക അല്ലേ? ഒരു ഭാര്യ ഭർത്താവാകാൻ സാധ്യതയില്ല എന്നാണ് പറയുക. എന്താ നമ്മളെന്താ പറയണത്? നമ്മളെല്ലാവരും മനസ്സിലെ സങ്കല്പമാണ്. അതായത് ഭാര്യയും ഭർത്താവുമല്ല അങ്ങനെ ചെയ്യേണ്ടത്, അത് അവിഹിതമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സുഹൃത്തുക്കൾ. അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ഒരു അന്യ സ്ത്രീയോട് ഇപ്പോൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ ചെയ്യാത്തത് ഒരു അന്യ സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്നു. ആ അന്യ സ്ത്രീയെ ഒരു ഭർത്താവുണ്ട്, ആ ഭർത്താവിന് അവളോട് തോന്നാത്ത എന്ത് നമ്മൾക്ക് തോന്നാൻ? അന്യമായാലേ തോന്നുള്ളൂ. ഇവിടെയാണ് നമ്മുടെ മാറ്റം ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് അശ്ലീലമായ സംസാരങ്ങൾ സംസാരിക്കാം നമ്മുടെ ഭാര്യയോട്, എന്താ പ്രശ്നം? നമുക്ക് നോക്കാം, നമുക്ക് കാണാം, നമുക്ക് സ്പർശിക്കാം, എന്തുമാവാം. ഇല്ല അല അസുവാജി എന്ന ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇണ ഒഴികെന്ന് പറഞ്ഞാൽ ഇണയോട് എന്തുമാവാന്നാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് വന്ന കുറേ കുടുംബ പ്രശ്നങ്ങളിൽ ഭാര്യമാർ പറയാണ്, എനിക്ക് അത്ഭുതം തോന്നി. ഭാര്യമാർ പറയാണ്, അയാൾ എന്നെ നല്ല നോക്കും, എനിക്ക് വേണ്ടതൊക്കെ തരും, ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് അയാൾ അയച്ചു തരും, എനിക്കൊരു സംഗതിക്കും അയാൾ കുറവ് വരുത്തിയിട്ടില്ല, കുട്ടികളെയൊക്കെ അയാൾ അതിന് മാത്രം സ്നേഹിക്കുന്നു, പക്ഷെ എനിക്ക് ഇയാളേറ്റ് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു, എന്താ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? എന്നോട് സ്നേഹമല്ല. അപ്പം എന്താണ് ഈ സ്നേഹം? ഈ സ്നേഹം എന്ന് പറഞ്ഞത് നിങ്ങൾ കാര്യമായി ചെയ്യുന്ന ചില ദാമ്പത്യത്തിലെ കാര്യങ്ങൾക്കപ്പുറം അനാവശ്യമായത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഭാര്യയോട് ഒരിക്കലും നിങ്ങൾ ആവശ്യമല്ല എന്ന് പറയുന്ന ഒരു പെരുമാറ്റ രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പ്രായോഗികമായി മനസ്സിലാകാൻ പറയാണ്. നിങ്ങൾ വൈഫും പാടെ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലത്ത് എവിടെയോ ഒരു ബേക്കറിയിൽ നിന്നോ ഒരു ഹോട്ടലിൽ നിന്നോ ഒരു പലഹാരം കഴിച്ചു. അപ്പോൾ അത് അവൾ പറഞ്ഞു, ഇതൊരു വല്ലാത്തൊരു രുചി ഉണ്ടല്ലോ, വളരെ സ്വാദിഷ്ടമാണല്ലോ എന്ന് നിങ്ങളോട് പറഞ്ഞു. സ്വാഭാവികമായി നിങ്ങൾ വീട്ടിലേക്ക് അരി കൊണ്ടുപോകുന്നു, തക്കാളി കൊണ്ടുപോകുന്നു, എന്തൊക്കെ സാധനം കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു ദിവസം നിങ്ങൾ അതിലെ തന്നെ യാത്ര ചെയ്തപ്പോൾ അവിടെ കയറിയിട്ട് ആ പലഹാരം വാങ്ങി നിങ്ങൾ രാത്രി വീട്ടിലേക്ക് എത്തുന്നു. അന്ന് നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ, അത് ഞാൻ നിനക്ക് വാങ്ങിക്കൊടുന്ന. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നിങ്ങൾ കൊടുത്ത ഒന്നിനുമില്ലാത്തൊരു ഓർമ്മ ആ പലഹാരത്തിൽ ഒരു പക്ഷേ 10 രൂപ വില ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ എന്തൊക്കെ ചെയ്തു ജീവിതത്തിൽ? 25 കൊല്ലവും 30 കൊല്ലത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെ പാരമ്പര്യം പറയുന്നവരെ, നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ ആ സ്നേഹമുണ്ടെന്ന് അവൾക്ക് പറയാൻ എന്തൊരു ഉദാഹരണമാണുള്ളത്. ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള ദമ്പതികൾ പിരിയാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളെ വാപ്പാർ 2 കൗൺസിലർമാർ ചെന്നപ്പോൾ കൗൺസിലർമാർ പറഞ്ഞു കൊടുത്തേ, നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ കഴിയൂല. അങ്ങനെയാണ് അവസാനം വന്ന് പിരിയാൻ അവസാന നിമിഷത്തെപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിനോട് ചോദിച്ചു, നിനക്കെപ്പോഴെങ്കിലും അവന് നിന്നോട് ഇഷ്ടമുണ്ട് എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സംഭവം നീ എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ കുറേ സമയം ആലോചിച്ചിട്ട് പറഞ്ഞു, 3 മാസം അവർ നല്ല ഹണിമൂൺ ആഘോഷിച്ച ആൾക്കാരാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് നിങ്ങളപ്പം പറ്റൂല. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല. ആ ഒരു വാക്കിൽ മാത്രമാണ് അയാളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ്. ഒരു പക്ഷെ 40 കൊല്ലം ജീവിച്ച ഭാര്യനോട് നിങ്ങൾ ഇന്ന് പോയിട്ടും ചോദിക്കണം, എന്നോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് നിനക്ക് തോന്നിയ എന്ത് പെരുമാറ്റമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് വർത്താനം പറഞ്ഞ് സംസാരിച്ച് പരസ്പരം കേട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതില്ലെങ്കിൽ ഒരു പ്രശ്നം തരങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം, നമുക്കൊരു പെണ്ണിനോട് പറഞ്ഞാൽ കിട്ടുന്ന സമാധാനം ആരോട് പറഞ്ഞാലും കിട്ടില്ല. ഒരാണിനോട് പറഞ്ഞാൽ കിട്ടുന്ന സമാധാനം ആരോട് പറഞ്ഞാലും കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങൾ ഫോൺ വിളിക്കാത്ത നിങ്ങളുടെ ഭാര്യ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരാണിനെ തേടിയത്. അവൾക്കൊരാണിനോട് എന്തൊക്കെയോ പറയാനുണ്ട്, അത് കേൾക്കാൻ നമുക്ക് നേരമില്ല, നമുക്ക് സമയമില്ല. അപ്പോൾ ആണിനോട് പറഞ്ഞാൽ കിട്ടേണ്ട സമാധാനത്തിന് ഒരാണിനെ അവൾ തേടുന്നുണ്ട്. നമ്മൾ കൂടെ കിടന്നിട്ടും നമ്മൾ അവൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തിട്ടും സിം ഇട്ട് കൊടുത്തിട്ടും നമ്മളോട് പറയാൻ അവൾക്ക് പറ്റുന്നില്ല. അവിടെയാണ് അത് പറയാനുള്ളൊരു അവസരം ഉണ്ടാവുകയും ആ സമാധാനം ലിത്തസ്കുനുയിലേക, ആ സമാധാനം ഭർത്താവിനെ കിട്ടുള്ളൂ, ആ സമാധാനം ഭാര്യനെ കിട്ടുള്ളൂ. അപ്പം ആ രൂപത്തിലുള്ള ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം
ഇന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു മാറ്റം, അല്പം റൊമാൻറ്റിക്കായി സ്നേഹപൂർവ്വം പെരുമാറാനും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഭാര്യയിൽ പരിമിതപ്പെടുത്താനുമുള്ള ഒരു മനസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. നിങ്ങൾ സത്യത്തിൽ ഒരു ഭാര്യയോട് നമുക്കുള്ള കടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ ഒരു ആയത്ത് അടുത്തിടെ അത് ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ ആ ആയത്തിൻ്റെ ഒരു ആഴം ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഭാര്യമാരെ ഒഴിവാക്കാൻ താല്പര്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അവരെ ഇടങ്ങേറാക്കും, ബുദ്ധിമുട്ടാക്കിയിട്ട് അവർ ഞാൻ പോയിക്കോളാം എന്ന് പറയുകയും അവൻ കൊടുത്ത മഹർ പോലും അവൾക്ക് തിരിച്ചു കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു രൂപം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അവരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫത്ത് ഹുദൂനഹു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൊടുത്ത മഹറടക്കം അവളിൽ നിന്ന് വാങ്ങി വെക്കുന്നത്? വഖദ് അഫ്ലാ ബഅ്ലുക്കും ഇലാ ബഅദ്, നിങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നു. അതായത് എത്ര മാത്രമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം നോക്കും നിങ്ങൾ. വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരാൾ, അയാളുടെ ഭാര്യ ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷിതമായി പോവല്ലേ, നേരം വെളുത്തിട്ട് അവസാനം ഏതോ രൂപത്തിലാണ് അവരുടെ ആ മയ്യത്ത് കിട്ടുന്നത്. ചിലപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പക്ഷേ അയാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ആ സമയത്തൊക്കെ കുറച്ച് നമ്മുടെ വിശ്വാസത്തിനൊക്കെ നിരക്കാത്ത വാക്കുകൾ പറഞ്ഞു പോയി, ആ വിഷമം കൊണ്ട് വേദന കൊണ്ട്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് വയനാട്ടുകാർ പറയണത്, അവിടെ സന്ദർശിക്കാൻ പറഞ്ഞ് ഈ സ്ത്രീയെ മറവ് ചെയ്ത ഖബറിൻ്റെ അടുത്ത് അയാൾ പോകും. പോയിട്ട് അവിടെ ഇരുന്നിട്ട് അയാൾ ഇങ്ങനെ വർത്താനം പറയും, ഒരു ഭ്രാന്തനെ പോലെ ഈ ഖബറിലേക്ക് വർത്താനം പറയും. എന്നിട്ട് അവസാനം പറയും, നീ ഉറങ്ങിക്കോ, ഞാൻ പോവാണ്. അത് ഒരു ദിവസവും 2 ദിവസവും ഒന്നല്ല. സുഹൃത്തുക്കൾ, ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതാ പ്രശ്നം. ഒരു ഭാര്യ തരുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു ഭർത്താവ് കൊടുക്കുന്ന സ്നേഹം, അതാണ് അഫ്ലാബാദ്. പരസ്പരമുള്ള ആ എത്രമാത്രമാണ് നമ്മൾ കൂടിച്ചേരുന്ന ഒരു മാനസികാവസ്ഥ നോക്കുന്നത്. ഞാൻ ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ബാത്റൂമിൽ ചെല്ലുന്ന സമയത്ത് പല ബ്രഷുകളുണ്ട്. നമ്മുടെ ബ്രഷ് ഏതാണെന്ന് സംശയമായാൽ നമ്മൾ എന്ത് ചെയ്യൂല, തേക്കൂലെന്ന് വേണ്ടാന്ന് നിൽക്കും. എന്നാൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെയും ഭാര്യയുടെയും മാത്രം ബ്രഷ് ഒരു ബാത്റൂമിൽ ഇരിക്കുന്നു, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, നിങ്ങളുടെ ബ്രഷ് ഏതാണ്, നിങ്ങൾ ഏത് ബ്രഷ് കൊണ്ട് തേൽക്കും? ഞാനത് വെറുതെ പറയണതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പല്ല് തേച്ച ആ ഉമിനീർ പുരണ്ട ആ അറാക്ക് കൊണ്ട് അവസാനം ചുണ്ട് നനഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. പറ്റും സുഹൃത്തുക്കളെ, അത്രമാത്രം ചേർന്ന് നിൽക്കേണ്ട ഒരു പെണ്ണിനെ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിച്ചു. ഇവളോട് എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുന്നു? നിങ്ങളാ പറഞ്ഞതും ചെയ്തതുമെല്ലാം ഇത്രമാത്രം ചേർന്ന് നിൽക്കുന്നവരോട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി? അല്ല ചോദിക്കണം. രണ്ടാമത് പഠിച്ചോൻ പറഞ്ഞ എന്താ, നിങ്ങൾ ശക്തമായ ഒരു കരാറാണ് ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയത്. ശക്തമായ കരാർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്ത്രീകൾ മുഴുവൻ നമ്മളെടുത്ത് കുടുങ്ങിക്കിടക്കണം. അവർക്കിനി പോവാൻ സ്ഥലമില്ല, അവർക്കിനി പോകാൻ സ്ഥലമില്ല. ധാരാളം വീടുകളിൽ സ്ത്രീകൾ ഇറങ്ങിപ്പോവാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ സ്ഥലമില്ല. മനസ്സിലേ? ഒരു പെൺകുട്ടി ഭർത്താവിനെ അവൻ്റെ ദുശ്ശീലം കൊണ്ട് ഒഴിവാക്കി. ചെറിയ കുട്ടികളാണ്, അവൾക്കിപ്പോൾ ജീവിക്കാൻ മാർഗമില്ല. അപ്പോൾ ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ എവിടെ കൊണ്ടാക്കുമെന്ന് വെച്ചപ്പോൾ അവളെ വാപ്പയും പറഞ്ഞു, അവിടെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയാതെ, അവിടെ സ്വന്തം വാപ്പയും ഞങ്ങൾക്ക് പറ്റൂല. എന്നിട്ട് എന്ത് ഒഴിവാക്കിയ ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അവൾ ചോദിക്കണേ, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്ന? പോവാനൊരിടമില്ല. വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിറങ്ങുമ്പോൾ, കൈപിടിച്ചിറങ്ങുമ്പോൾ ഒരു രക്ഷിതാവിനെ നിനക്ക് തന്നു, അവൻ നിന്നെ ഏറ്റെടുത്തു, ഇനി നിനക്കൊരു സ്ഥലം ആവശ്യമില്ലെന്ന് വീട്ടുകാർ വിധി എഴുതി. അവൾക്ക് 4 ദിവസം വീട്ടിൽ പോയി നിന്നാലോ ഇവിടെ ഞാൻ നിൽക്കേണ്ടതാണോ എന്ന ബോധം അവളെ അവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കൾ, അത്ര വലിയ കരാറ് സ്വീകരിച്ച് വാപ്പക്കും ഉമ്മക്കും പകരം അവരെക്കാളും വലിയ രക്ഷിതാവായി ഏറ്റെടുത്ത ആ പെണ്ണിനോട് അതിനനുസരിച്ച് പെരുമാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത്രമാത്രം ഏറ്റെടുക്കുമ്പോൾ ആ പെണ്ണിന് ഭർത്താവിനോടും സ്വന്തം മാതാപിതാക്കളോടുള്ളതിനേക്കാളും വലിയ കടമയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സ്നേഹം, ഈ കുടുംബ സമ്മേളനം അവസാനിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ രാത്രിയിൽ ചേർന്ന് കിടക്കുമ്പോൾ ഒരു പുതിയ വിവാഹത്തിൽ, ഒരു പുതിയ ദാമ്പത്യത്തിൻ്റെ തുടക്കം പോലെ ആ സ്നേഹം ഇന്നെങ്കിലും നമുക്ക് ആരംഭിക്കാൻ കഴിയണം. അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ വഴക്കുകൾക്കും, എല്ലാ സ്വരച്ചേർച്ചയില്ലായ്മക്കും, നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾക്കും, നിങ്ങളുടെ വീടിൻ്റെ സന്തോഷമില്ലായ്മയ്ക്കും എല്ലാം പരിഹാരമാണ്. നിങ്ങൾ രണ്ടും മനസ്സും ശരീരവും ചേർന്നു നിന്നാൽ തീരാത്തൊരു പ്രശ്നവും നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചറിയാം. പിന്നെ ഒന്ന് മക്കളാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു
മക്കളെക്കുറിച്ച് കൂടെ ഒരു വാക്ക് പറയാം. ഒരു കുടുംബ സമ്മേളനത്തിൽ പറയാതെ പോകരുത്. മക്കളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനൊരു കാര്യം, നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടത് സമയത്ത് കൊടുത്താൽ സുഹൃത്തുക്കളെ മക്കൾ എവിടെയും പോകില്ല, എവിടെയും പോലും. എനിക്കൊരു രക്ഷിതാവിനറിയും. സാധാരണ പറയും കുട്ടികളെ നമുക്ക് ഇങ്ങനെ നൂഹ് നബിക്ക് മകനെ നന്നാക്കാൻ പറ്റുമോ, ഇതൊക്കെ ആൾക്കാർ ചോദിക്കുക. ഒരു രക്ഷിതാവിന് എനിക്കറിയും, അയാൾക്ക് 3 ആൺകുട്ടികളാണ്. ആ 3 ആൺകുട്ടികളും എന്താ പറയുക, നമ്മൾ അവരുടെ നാട്ടിലെ പള്ളിയിൽ ചെന്നാൽ ആ 3 ആളും മാറി മാറി ഇമാമ് നോക്കും, അവർ ബാങ്ക് കൊടുക്കും. അവരിൽ ഏറ്റവും ചെറിയ ഒരു കുട്ടിനെ മാത്രമാണ് ഇപ്പം നമ്മളെ ജാമ്യയിൽ ചേർത്ത്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ എത്ര മനോഹരമായി ഖുർആൻ പഠിച്ചത് ആലോചിക്കും. അവർ ഈ ദീനി രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇപ്പം 3 ആൺകുട്ടികളെയും അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത് അവർക്ക് സമയത്ത് കൊടുക്കേണ്ട കാര്യം കൊടുത്തു. അതിലൊന്നെന്താ നിങ്ങൾ, നമ്മുടെ ഒരു 3.5-4 വയസ്സാകുമ്പോഴേക്കിനും നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നറിയോ, പഠിക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ ഈ പ്രീ സ്കൂളുകൾ എന്നൊക്കെ നമ്മളെ സൂചിപ്പിച്ചല്ലോ നമ്മളെ റഫീഖ് സുല്ലമി. പ്രീ സ്കൂളുകൾ വല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ വല്ലാതെ വൈകാരികമായി പോകും. 5 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ എന്ത് പറയുങ്ങൾ, അവർ ഖുർആൻ ഖത്തം തീർക്കുക. അത് വെറുതെ നമ്മൾ ഓതുന്ന പോലെയല്ല, ആ അക്ഷരശുദ്ധിയോടുകൂടെ മഹ്റജുകളോടുകൂടെ പാരായണം ചെയ്യുന്നു. എത്ര മനോഹരമാണ് ആ പാരായണം. സുഹൃത്തുക്കളെ, ആ സമയത്ത് കുട്ടിക്ക് വേറൊന്നും ആലോചിക്കാനല്ല, അവന് വേറൊന്നും പഠിക്കാനല്ല. ഏത് കുട്ടിക്കും 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവൻ സയൻസിന് പോകണോ ഹ്യൂമാനിറ്റീസിന് പോകണോ തർക്കമുണ്ട്. 3.5 വയസ്സായ കുട്ടിക്കാലത്തിൽ ആ പ്രശ്നമല്ലല്ലോ. അവനെ കൊണ്ടുപോയി ഒരു 1.5 വർഷം കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും മതബോധവും വിദ്യാഭ്യാസവും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വിസ്ഡം നമ്മുടെ മദ്രസയിൽ ബഖ്ജ എന്ന് പറഞ്ഞ നമ്മളൊരു പ്രീ സ്കൂളിൽ തുടക്കം കുറിച്ച് അത് ലോഞ്ച് ചെയ്തു കഴിഞ്ഞ അവരുടെ മദ്രസാധ്യാപക സമ്മേളനത്തിൽ. കാരണം അത് അത്രയും വലിയ. പക്ഷെ നമുക്കാർക്കും ഇത് കിട്ടിയോ? നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കൾ. ഓരോ സമയത്തും കൊടുക്കേണ്ടത് കൊടുക്കണം. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പാടെ കോളേജിൻ്റെ സമയത്ത് ആൾക്കാരൊക്കെ പള്ളിക്ക് പോകുന്ന സമയത്ത് പൊതുവെ ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് അവരിങ്ങനെ ചേർന്ന് നിന്ന് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് നേർക്കുനേരെ കാണുക. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പയ്യനെ പുറത്തിരുത്തി പെൺകുട്ടിനോട് വളരെ സ്നേഹത്തിൽ, സാധാരണ പ്രേമത്തിൽ കുടുങ്ങുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്ന സ്ഥിരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു. അപ്പോൾ കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയുക, കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അവൾക്ക് ഇവനെ വിടുമ്പുണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതിനൊരു കരച്ചിലുണ്ട്. പ്രേമം നമ്മൾ വിഡ്രോ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഇടങ്ങേറ് വരും. അപ്പോൾ ആ കരച്ചിലല്ല അവൾ കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നീ കരഞ്ഞത് എന്ന് ചോദിച്ചു. ഇതൊന്നും സാറേ ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ആൺകുട്ടിൻ്റെ കൂടെ പോകണ തെറ്റല്ലേ, അതൊക്കെ ഇപ്പോൾ ഇവർക്ക് ബോധമല്ലേ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവൾ പോയിട്ട് പിറ്റേന്ന് വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചിട്ട് അവളോട് ഞാൻ പറഞ്ഞു, ഇന്നലെ അവൻ നിനക്ക് മെസ്സേജ് ചോദിച്ചു. മെസ്സേജ് അയച്ചു ഉമ്മൻ്റെ ഫോണൊക്കെ, പക്ഷേ ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല. എന്തുകൊണ്ട് നീ റിപ്ലൈ കൊടുത്തില്ല? അപ്പോൾ പറഞ്ഞാൽ സാർ ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു, അത് തെറ്റാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കും, ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല. സുഹൃത്തുക്കളൊക്കെ ആലോചിക്കണം. അവർ നിന്നാ നൃത്തം എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മടിയിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളോട് നമ്മളിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിറ്റേന്നൊക്കെ ആ മനസ്സ് മാറണമെങ്കിൽ, നമ്മുടെ മക്കൾ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വന്തം ഏറ്റെടുക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിയിട്ടുണ്ട്, അവർക്ക് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പ്രവാസ ജീവിതത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം മക്കൾക്ക് ഫീസായി നാട്ടിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ സുഹൃത്തുക്കൾ, ഒരു 1/2 മണിക്കൂർ നേരം നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ പുറത്തിറങ്ങിയാൽ മറ്റൊരുത്തൻ അവളോടൊപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിന് വരും. അപ്പോൾ ഒരു അന്യ ആണിനോട് പാലിക്കേണ്ട അകലത്തെക്കുറിച്ച് പറയാൻ, ഒരു പ്രേമത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറയാൻ ഒരവസരം നമ്മുടെ കുട്ടികൾക്കുണ്ടായോ എന്ന് നമ്മൾ ആലോചിക്കണം. സഹോദരൻ, കൊടുക്കണം. തീർച്ചയായും നിങ്ങളത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് കൊടുക്കണം. ഇനി വേറൊന്നും കൂടെ ഞാൻ പറയാം. ആൺകുട്ടികളുണ്ടെങ്കിലായാലും ആൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 വയസ്സായ കുട്ടിനെ 8 വയസ്സായ ഒരു കുട്ടിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുട്ടീൻ്റെ ഉമ്മ എന്നെ വിളിച്ചത്, 8 വയസ്സുകാരൻ പോൺ സൈറ്റ് നോക്കി കണ്ടിട്ട് 6 വയസ്സായ അനുജത്തിക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഉമ്മക്ക് ഇതാണ് ഞങ്ങൾ കാണില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീനോട് ചോദിക്കണത്, 8 വയസ്സായ കുട്ടിക്ക് ഇതിന്ന് വല്ല ആസ്വാദനവും കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്.
സുഹൃത്തുക്കളെ, പ്രായപൂർത്തിയും ഹോർമോണൊക്കെ വന്നിട്ട് ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈകാരികതകൾക്കപ്പുറം ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്താണ് ഹോമോസെക്സിനും ഇത്തരമുള്ള വേണ്ടാത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നാൽ ഏത് പ്രായത്തിലും ഇത് വരാം എന്നാണ്. ആ പ്രായത്തിലൊക്കെ വന്നു പോയാൽ പിന്നെ അതിൻ്റെ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു ജീവിത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികൾ ഇത് സംഭവിച്ചാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് മാതാപിതാക്കൾ ഏറ്റവും വലിയ അപകടം ഇന്ന് അതാണ്. കാരണം എന്താ പറയുക, നമ്മുടെ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് അറിയാൻ പറ്റില്ല. എപ്പോഴാണ് അറിയാറ്? ഒന്ന് നിങ്ങളറിയുക, അവൻ്റെ പഠന സാഹചര്യങ്ങൾ തകരാറാവുമ്പോൾ അപ്പോൾ മനസ്സിലാവും. ഒന്നത് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ഒരു MBBS പഠിക്കുന്ന ഒരു പയ്യൻ, അവന് 23ാമത്തെയോ 26ാമത്തെയോ റാങ്കിൽ അവനും പിന്നെ ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടിയ ആളാണ്. അങ്ങനെ അവൻ കേരളത്തിന് പുറത്തുള്ളൊരു മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ്. അവൻ്റെ കൂടെയുള്ളവരൊക്കെ ഇപ്പോൾ ഡോക്ടറായി പുറത്തിറങ്ങാൻ പോവുകയാണ്. അവനിപ്പോൾ 3ാം വർഷത്തിൽ പേപ്പർ നഷ്ടപ്പെട്ട് ഈ എക്സാം അവൻ ഫെയിലായാൽ അവൻ എന്ത് ചെയ്യും? അവിടുന്ന് പോരേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിൽ ആ സമയത്താണ് നമ്മുടെ ഒരു കലക്ടർ പ്രഖ്യാപിച്ച ഒരു അവധി ദിവസത്തിൽ അവൻ്റെ ഫാദർ വിളിച്ച്, ഞാൻ അടിയന്തരമായി വരാമെന്ന് സംസാരിക്കും. ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ എല്ലാ കൗൺസിലർമാരും ഡോക്ടർമാരും അവനോട് ചോദിച്ച എല്ലാ വിഷയങ്ങളും പറഞ്ഞ് സൈക്കാട്രിക്ക് മരുന്ന് കഴിക്കുന്നു. അപ്പോൾ വാപ്പ പറയും, ഇവൻ വായിക്കാത്തൊരു സമയമല്ല, എപ്പോഴും ഇവൻ പുസ്തകം നോക്കിയിരിക്കും. പക്ഷെ എന്താണ്, എഴുതി നോക്കാവൻ തോൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തുറന്ന് പറയും, നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അവൻ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒളിച്ചു വെച്ച ആ രഹസ്യമോ പറഞ്ഞു. എന്താ രഹസ്യം തരാം? ഒന്നുമില്ല. എൻട്രൻസിൽ പഠിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫോൺ നോക്കും. ആദ്യം കേട്ടത് കുറേ മ്യൂസിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് നോവലും PDF ഒക്കെ നോക്കിയത്. പിന്നെ ക്രമേണ എന്താ പറയുക, പോൺ സൈറ്റിക്ക് മാറി ലൈംഗികമായ വൈകൃതങ്ങളുടെ പാരമ്യതയിൽ അവൻ ജീവിക്കണം. അതിൽ നിന്നുകൊണ്ടൊരു ഡോക്ടർ ആവാൻ അവന് പറ്റില്ല. എന്തിന്? ഒരു റക്കായത്ത് പോലും മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ അവന് പറ്റില്ല. സുഹൃത്തുക്കളെ, ഇതാരാ കണ്ടുപിടിക്കുക? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇത്തരം തിന്മകൾക്ക് അഡിക്റ്റായാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കുട്ടികൾ മാറാൻ തയ്യാറാണ്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ അവിടെ പ്രായത്തിൽ അത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടികളെ എത്തണം. അപ്പോൾ കുട്ടികൾക്ക് ഓരോ സന്ദർഭത്തിലും അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നൽകാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ കുട്ടികളെയും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ബോധ്യപ്പെടുത്താതെ നിങ്ങളെങ്ങനെ കുട്ടികളെ നിർബന്ധിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ആ കുട്ടികൾ നിങ്ങൾക്കെതിരാവുകയല്ലാതെ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവുകയല്ലാതെ മറ്റു മാർഗ്ഗം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് മാറ്റമുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾക്ക് എന്നെ വിളിച്ചു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എൻ്റെ മോള് B.Ed പഠിക്കണോണ്ട് അവൾ പറയും 9ാം ക്ലാസ്സിലേക്കാണ് ചെന്നാൽ ഒരു രക്ഷയില്ലാതെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ 9ാം ക്ലാസ്സിലേക്കാണല്ലോ ക്ലാസ്. അപ്പോൾ ഈ 150 കുട്ടികളെ ഒന്നിച്ചിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്താവുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ ഒരു അത്ഭുതം എന്താ വെച്ചാൽ, ഞാൻ 1 മണിക്കൂർ നേരം പ്രസംഗിച്ചു. ഞാനിതാ നിങ്ങളോടിപ്പോൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന കാര്യം പച്ചയായി ഞാൻ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ, അവിടെ 2 മാഷന്മാർ ഈ പരിപാടിക്ക് കാവലിരുന്നു. അപ്പോൾ അവർ പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞു, സാധാരണഗതിയിൽ ഞങ്ങൾ ക്ലാസ്സിൽ മാത്സും സയൻസും പറഞ്ഞു കൊടുക്കുമ്പോൾ കാണിക്കാത്ത ശ്രദ്ധയാണല്ലോ ഇത്തരം ഒരു ക്ലാസ്സിന് അവർ കാണിച്ചത്. അത് ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടികൾ. അവർക്കെവിടെ നിന്ന് ലഭിക്കും? ആ ചോദ്യത്തിന് ഉത്തരമില്ല സുഹൃത്തുക്കളെ. അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ കുട്ടികൾക്ക് പ്രായമനുസരിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കുട്ടികളെ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും പരിഹാരം. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിത വിശുദ്ധി നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരമാണ്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹബന്ധം, ശാരീരികവും മാനസികമായ ഊഷ്മളമായ ആ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും അത്ഭുതകരമായി മാറ്റും. അതിന് നിങ്ങൾ തുടക്കം കുറിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കളോടൊപ്പം നിന്ന് സമയോചിതമായി അവർക്ക് ആവശ്യമുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിങ്ങളുടെ മക്കൾ കൺകുളിർമയായി, നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന ഹബ്ബുലന മിൻ അസുവാജിന, ഒരു സമ്മാനമായി നിങ്ങൾക്ക് തരൂ പടച്ചോനെ. സമ്മാനം തന്നെ കുട്ടികൾ നന്നായി കിട്ടുക എന്നുള്ളൊരു സമ്മാനം അള്ളാഹു തരുന്നൊരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ സമ്മാനം നമുക്ക് കിട്ടാൻ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൂടെ വേണം. അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം.
അതിനുള്ള വ്യത്യസ്തമായ അവസരങ്ങളെക്കുറിച്ചാണ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഡോക്ടർ ഷഹബാസ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ അതൊന്നും സംഘടനയുടെ വിജയത്തിനോ സംഘടന പരിപാടി വിജയിക്കാനൊന്നല്ല. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നൽകാൻ പറ്റാത്തത് മറ്റുള്ളവർ നൽകുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താം. പ്രോഫ്കോണിലാണെങ്കിലും നാളത്തെ വിഷൻ പ്രോഗ്രാമിലാണെങ്കിലൊക്കെ നിങ്ങളുടെ കുട്ടികളെ അവിടെ പ്രായക്കാർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പരിപാടികളിൽ നിങ്ങൾ പങ്കെടുപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുടുംബ സമ്മേളനം നമ്മുടെ കുടുംബങ്ങളിൽ വലിയൊരു മാറ്റത്തിന് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു. ചെറിയ ഒരു മിനിറ്റ് 2 മിനിറ്റിലൊക്കെ പറയും. അപ്പോൾ അതൊരാൾ ഒരു സ്ഥിരമായി ഭയങ്കരമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരാളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അയാളുടെ ആ അഡ്വൈസസ് കേൾക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ അയാളുടെ ക്ലിപ്പ് നോക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ് എന്ത് ബിസിനസ്സാണെങ്കിലും അത് വിജയിക്കാൻ ഞാനൊരു ഒറ്റ മൂല്യം പറഞ്ഞുതരാം, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാകുന്ന തോന്നുന്നത്, ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ഏതാണെങ്കിലും നിങ്ങൾ വിജയിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു അമുസ്ലിമായ ഒരാളാണെങ്കിലും ഇപ്പോൾ ഇയാൾ എന്തായിരിക്കും പറയുണ്ടായിരിക്കുക ഞാൻ അങ്ങനെ നോക്കി. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്, നിങ്ങളുടെ അമ്മയുടെ പൊരുത്തം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ്. വല്ലാത്തൊരു വാക്കായി തോന്നി. ഇനി ബിസിനസ്സും അമ്മൻ്റെ പൊരുത്തവും തമ്മിൽ എന്താണ് ബന്ധം? റിള റബ്ബി ഫി റിളൽ വാലിദൈൻ വസുഖ്തുഹു ഫി സുഖ്തിഹിമാന്ന്. അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും തൃപ്തിപ്പെട്ടാലേ അള്ള തൃപ്തിപ്പെടുള്ള സുഹൃത്തുക്കൾ. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഉമ്മനിപ്പനെയും നമ്മളൊന്ന് ആലോചിക്കണം. അവരുടെ തൃപ്തിയാണ് പ്രധാനം. പണം എത്ര കിട്ടി നോക്കാൻ നമ്മുടെ ഭാര്യ വീട്ടിലുണ്ടോ പെങ്ങന്മാരുണ്ടോ എന്നൊന്നല്ല പ്രശ്നം. നമ്മൾ അവിടെ തൃപ്തി നേടുന്നിടത്ത് നമ്മൾ വിജയിച്ചു എന്നില്ല. ആ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള മാർഗ്ഗം. അപ്പോൾ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് മക്കൾക്ക് സമയോചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭാര്യയെ നന്നായി സ്നേഹിച്ച് ഭർത്താവിനെ നന്നായി ചേർത്ത് പിടിച്ച് ഒരു നല്ല സന്തോഷകരമായൊരു കുടുംബം സാധ്യമാകുമെങ്കിൽ ഈ ഭൂമിയിൽ മറ്റൊരു സ്വർഗമില്ല. അതുതന്നെയാണ് സ്വർഗം. ആ നാളെ പരലോകത്തെ സ്വർഗത്തിലും അൻതും വഅസ്വാജുക്കും, നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ആ സ്വർഗത്തിൽ തുഹ്ബറൂൻ, സന്തോഷം അനുഭവിച്ച് ജീവിക്കുമെന്നാണ്. സ്വർഗത്തിലും ആനന്ദം പകരുന്നതാണ് കുടുംബജീവിതമെങ്കിൽ ആ കുടുംബജീവിതത്തിൻ്റെ ഒരു സാമ്പിൾ പരീക്ഷിക്കുവാനുള്ള ഒരു പരീക്ഷണത്തിലുള്ള മനസ്സുമായിട്ടാവട്ടെ ഈ കുടുംബ സമ്മേളനത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത് എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.